വെൽക്കം ടു ഷലൻസ് കിച്ചണാട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെട്ടിനാട് ചിക്കനാണ്. ചെട്ടിനാട് ചിക്കനിന് വേണ്ടിയിട്ടുള്ള മസാലയാണിത്. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1 സ്പൂൺ പെരിഞ്ജീരകം, 4 ഉണക്കമുളക്, 1/2 സ്പൂൺ കുരുമുളക്, 2 ചെറിയ തക്കോലം, 1 കഷ്ണം കറുവാപ്പട്ട, 3 ഏലക്കായ, 1/4 സ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, 4 ഗ്രാമ്പു, 2 ബേ ലീഫ്. ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 1/4 മുറി തേങ്ങ ചിരവിയത് ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ചിക്കനൊക്കെ നന്നായി മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 കപ്പ് ഉള്ളി ചെറുതായി മുറിച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്, 1 തക്കാളി, കുറച്ച് വേപ്പില ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ഉള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പിലേക്ക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച ചെട്ടിനാട് മസാല ചേർക്കാം. നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാലയാണ്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരച്ചു വെച്ച തേങ്ങാമിശ്രിതം ചേർക്കാം. 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാനൊരു സെമി ഗ്രേവി ആക്കിയാണ് ഞാൻ ഈ കറി എടുക്കുന്നത്. ഒരുപാട് അങ്ങ് ഗ്രേവി ആക്കുന്നില്ല. 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെയൊക്കെ ചിക്കൻ ഒന്ന് വേവാനുണ്ട്. മൂടി വെച്ച് 5 മിനിറ്റും കൂടെ വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ ചെട്ടിനാട് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിരിക്കുന്നതുകൊണ്ട് ഇരുന്ന് തന്നെ തിക്ക് ഗ്രേവി ആയിക്കോളും. ഇനി വേപ്പില ഇട്ട് നമുക്ക് മൂടി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചെട്ടിനാട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.